ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 2025 ജനുവരി 1 പുതുവത്സര ദിനം. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ. ഇന്ന് ദൈവമാതാവ് അഥവാ തെയോത്തോക്കോസ് അങ്ങനെ ശീർഷത്തിൽ അറിയപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളാണ്. പാഷാണ്ഡതകൾക്കെതിരെ എന്ന ഗ്രന്ഥത്തിൽ സഭാപിതാവായ ഇരണേവോസ് ഇങ്ങനെ എഴുതി: വചനത്തോട് വിധേയപ്പെട്ടപ്പോൾ ദൈവത്തെ ഉദരത്തിൽ വഹിക്കുമെന്ന ആനന്ദ വാർത്ത മാലാഖയിൽ നിന്ന് കന്യകാമറിയം സ്വീകരിച്ചു. ഗംഭീരമായ വചനമാണ്. വചനത്തോട് വിധേയപ്പെട്ടപ്പോൾ ദൈവത്തെ ഉദരത്തിൽ വഹിക്കുമെന്ന ആനന്ദ വാർത്ത മാലാഖയിൽ നിന്ന് കന്യകാമറിയം സ്വീകരിച്ചു. വചനത്തിന് കീഴ്പ്പെടുക, ദൈവത്തെ ഗർഭത്തിൽ വഹിക്കുക, രണ്ട് മഹാഭാഗ്യങ്ങൾ. ഇതുതന്നെയാണ് എലിസബത്ത് മറിയത്തോട് പറഞ്ഞത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്കെങ്ങനെ? എന്നിട്ട് പിന്നെ പറയാണ്, കർത്താവ് അരുളിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വചനം വിശ്വസിച്ച് വചനത്തിന് കീഴ്പ്പെടുക, അതൊരു ഭാഗ്യം. മറ്റൊന്ന്, എൻ്റെ കർത്താവിൻ്റെ അമ്മ ദൈവത്തെ ഗർഭത്തിൽ വഹിക്കുക. ഇങ്ങനെ വചനത്തിന് വിധേയപ്പെടുകയും ദൈവത്തെ ഗർഭത്തിൽ വഹിക്കുകയും ചെയ്ത മറിയത്തെ നമ്മുടെ അമ്മയായി നൽകിക്കൊണ്ട് ഈ പുത്രൻ തമ്പുരാൻ തന്നെ കുരിശിൽ വെച്ച് പറഞ്ഞു, യേശു സ്നേഹിച്ച ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ അമ്മ, എൻ്റെ അമ്മയാണ് നിൻ്റെ അമ്മ. എന്നെ പ്രസവിച്ച അമ്മ നിൻ്റെ ആത്മീയ അമ്മയാണ്, ആത്മീയ മാതാവാണ്. ആ നിമിഷം മുതൽ യേശു സ്നേഹിച്ച ശിഷ്യൻ അവളെ അവൻ്റേതായി സ്വീകരിച്ചു, അവൻ്റെ വീട്ടിൽ സ്വീകരിച്ചു. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ എന്നല്ല. പാരമ്പര്യം പറയുന്നത് യോഹന്നാനാണെന്നാണ്. പക്ഷേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശു സ്നേഹിക്കാത്ത ശിഷ്യന്മാർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും കൈപ്പൊക്കേ. അപ്പം നമ്മളെല്ലാമാണ് യേശു സ്നേഹിച്ച ശിഷ്യന്മാർ. നമ്മുടെ പ്രതിനിധിയായിട്ട് യോഹന്നാൻ അന്ന് അവിടെ നിന്നു. പക്ഷെ അവനെ അവതരിപ്പിച്ചിരിക്കുന്നത് യേശു സ്നേഹിച്ച ശിഷ്യനാണ്. യേശു സ്നേഹിക്കുന്ന എല്ലാ ശിഷ്യന്മാരുടെയും അമ്മയായി യേശുവിൻ്റെ അമ്മയെ യേശു തന്നെ നൽകി. കാരണം എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ അവൾ സംഭവിച്ചിരിക്കുന്നു. വചനത്തിന് വിധേയപ്പെടുക, കീഴ്പ്പെടുക, ദൈവത്തെ ഗർഭത്തിൽ വഹിക്കുക. ഇതിനേക്കാൾ വലിയ ഭാഗ്യം ഒരാൾക്കും കിട്ടാനില്ല. അങ്ങനെ ഭാഗ്യം ചെയ്ത അമ്മയെയാണ്, യേശുവിൻ്റെ അമ്മയെയാണ് നമ്മുടെ ആത്മീയ അമ്മയായി യേശു തന്നെ നൽകിയത്. യേശു തന്നെ നൽകി. അങ്ങനെ യേശുവിൻ്റെ അമ്മയെ സ്വീകരിക്കാത്തവർ വാസ്തവത്തിൽ യേശു സ്നേഹിച്ച ശിഷ്യന്മാരാണോ? അല്ല. അപ്പോൾ ഇവർ പറയുന്ന ഒരു സംഗതിയുണ്ട്, ഈ പെന്തക്കോസ്തക്കാർ ദൈവസഭക്കാരൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണത് പറയുന്നത്? ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ബൈബിളിൽ. പക്ഷേ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് കർത്താവ് എന്ന അർത്ഥത്തിലല്ല, ഗുരു എന്ന അർത്ഥത്തിലാണെന്നാണ്. അധ്യായം നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്കുക. ലൂക്കാസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം മുഴുവൻ വായിച്ചു നോക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന എവിടെയൊക്കെ കർത്താവ് എന്ന് വന്നിട്ടുണ്ടോ അവിടേക്ക് ദൈവമായ കർത്താവ് എന്നാണ് അർത്ഥം. ഗുരു എന്ന ഒരു സ്ഥലത്തും അർത്ഥമില്ല. അപ്പോൾ അധ്യായത്തിൽ എവിടെയൊക്കെ ഇല്ലേ, ശക്തനായ കർത്താവിൽ ഞാൻ ആനന്ദം കൊള്ളുന്നൊക്കെ പറയുന്നുണ്ട്. ഗുരു എന്ന വാക്കോട് ചേരുകയേ ഇല്ല. തീർച്ചയായിട്ടും ക്യൂരിയോസ് എന്ന വാക്കിന് ഗുരു എന്ന അർത്ഥമുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ ലൂക്കാസിനെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഒരു സ്ഥലത്തും ഗുരു എന്ന അർത്ഥം ചേരുകയില്ല. കർത്താവ് എന്ന അർത്ഥം, ദൈവമായ കർത്താവ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ പൗരസ്ത്യ സഭകൾ ദൈവമാതാവ് എന്ന ടൈറ്റിലിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് തെയോത്തോക്കോസ് എന്നാണ്. അതായത് അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവമാണ്, അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവമാണ്. ദൈവത്തിൻ്റെ അമ്മ എന്നല്ല ഉപയോഗിക്കുന്നത്, അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവമാണ്. അത് കുറെ കൂടി ദൈവശാസ്ത്രപരമായി ആഴപ്പെട്ട വാക്കാണ് തെയോത്തോക്കോസ്. ദൈവമാതാവ് എന്ന വാക്കിനേക്കാളും കുറച്ചുകൂടി ദൈവശാസ്ത്രപരമായ ആഴമുണ്ട് തെയോത്തോക്കോസ്. ദൈവവാഹക ഇല്ലേ, ഗോഡ് ബെയറർ എന്നാണ് ഒരു ആക്ഷരികം. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവം തന്നെയാണ്. അതാണ് തെയോത്തോക്കോസ്. അതുകൊണ്ട് ആ വാക്ക് കൂടുതൽ ഉപയോഗിക്കണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം, ദൈവമാതാവ് എന്നുള്ള വാക്ക് തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ പ്രസവിച്ചവൾ എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവമാണ് എന്നാണ്. ഈ തോമസ് ലീഹ കർത്താവിനെ വിളിക്കുന്നത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നാണ്. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. തോമസ് ലീഹ യേശുവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. അങ്ങനെ കർത്താവും ദൈവമായിരിക്കുന്ന യേശുവിനെ ഗർഭം ധരിച്ച് 10 മാസം ചുമന്ന് പ്രസവിച്ച സ്ത്രീയാണ് മറിയം. ഈ പെന്തക്കോസ്ത ദൈവസഭക്കാർ പറയുന്ന പോലെ മൊട്ടത്തോട് പോലെയൊന്നല്ല. മൊട്ടത്തോട് പോലെ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഇത്രമാത്രം കാര്യങ്ങൾ ബൈബിളിൽ അവളെക്കുറിച്ച് എഴുതേണ്ട കാര്യമില്ല. സഭയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവളും ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. തന്നിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ്
ശിഷ്യന്മാർക്കും കിട്ടാൻ വേണ്ടിയാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. അവളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും ദൈവം തന്നെയായ പുത്രനെ ഗർഭം ധരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ആ തന്നിൽ പ്രവർത്തിച്ചത് സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അവർ ശിഷ്യന്മാരുടെ സ്ലീഹന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അവൾ പ്രാർത്ഥിക്കുന്നത്. ചുരുക്കത്തിൽ മറിയത്തിൻ്റെ ഔന്നത്യം അംഗീകരിക്കാൻ ഈ പെന്തക്കോസ്ത് ദൈവസഭക്കാര് അവരെല്ലാം അതിലേക്ക് വരണം. അവരൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനൊന്നും ഞാൻ നിരാകരിക്കുന്നില്ല. പക്ഷേ മറിയത്തെയും കുർബാനയെയും ഒക്കെ അവഹേളിക്കുന്നതിലൂടെ തിരുവചനത്തെ അവർ വ്യഭിചരിക്കുകയാണ്. അത് ചെയ്യരുത്. അവർ സ്നാപയോഹന്നാന്റെ ദൗത്യമാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ മാമോദിസ മുക്കി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുന്നു, നല്ല കാര്യം. പക്ഷേ കത്തോലിക്ക സഭയെ ആക്രമിച്ചുകൊണ്ടല്ല അത് ചെയ്യേണ്ടത്. മറിച്ച് ഈ വെള്ളത്തിലൊക്കെ മാമോദിസ മുക്കുന്ന ആളുകളും കത്തോലിക്ക സഭയിലേക്ക് വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറിയത്തെയും കുർബാനയെയും ഒക്കെ അംഗീകരിക്കുന്ന, അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ജനതയായിട്ട് മാറുകയാണ് വേണ്ടത്. അതിനാൽ ഈ ബൈബിളിലെ തിരുവചനങ്ങളോട് കൂറുള്ളവർ മറിയത്തെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് വിളിച്ചതുപോലെ ദൈവമാതാവ് എന്നോ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതായിട്ട് തയോത്തോക്കോസ് എന്നോ വിളിക്കുകയും ആദരിക്കുകയും ഈ യേശു സ്നേഹിച്ച ശേഷം ചെയ്തതുപോലെ അവളെ അവൻ്റേതായി സ്വീകരിച്ചു, അവൻ്റെ വീട്ടിൽ സ്വീകരിച്ചു, അവളെ പ്രൊട്ടക്ട് ചെയ്തു. അന്ന് യേശു സ്നേഹിച്ച ശിക്ഷൻ ചെയ്തതുപോലെ ഇപ്പോൾ യേശു സ്നേഹിക്കുന്ന ശിഷ്യന്മാരെല്ലാവരും ചെയ്യണം. കാരണം മറിയത്തിനെതിരെ ഒരുപാട് ആക്രമങ്ങൾ നടക്കുകയാണ്. ഉത്തമ മക്കൾ എന്ന നിലയ്ക്ക് അമ്മയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. നമ്മെ സംരക്ഷിക്കേണ്ട ചുമതല അമ്മയ്ക്കുമുണ്ട്, അത് അമ്മ ചെയ്യും. പക്ഷെ അമ്മയെ സംരക്ഷിക്കേണ്ട, ഈ ആക്രമണം അമ്മയെ സംരക്ഷിക്കേണ്ട ചുമതല ഇന്ന് നമുക്കാണ്. പാഷാണ്ഡതകൾക്കെതിരെ എന്ന ഗ്രന്ഥത്തിൽ ഇരണേവസ് ചെയ്തതുപോലെ ഇങ്ങനെയുള്ള പാഷാണ്ഡതകൾ വേദവിപരീതം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നമ്മൾ വചനവാൾ ചുഴറ്റണം. അങ്ങനെ അമ്മയോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. അമ്മ നമ്മെയും നമ്മൾ അമ്മയെയും സംരക്ഷിക്കട്ടെ. ഈ പാരസ്പര്യം നമ്മുടെ എല്ലാ കുടുംബത്തിലും ഉണ്ടല്ലോ. മാതാപിതാക്കൾ മക്കളെ സംരക്ഷിക്കുന്നു, മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു. ആ സംസ്കൃതി, സ്നേഹ സംസ്കൃതി, പാരസ്പര്യത്തിൻ്റെ സംസ്കൃതി, സ്നേഹത്തിൻ്റെ സംസ്കൃതി ഈ പുതുവത്സരത്തിൽ ഉണ്ടാകാൻ ഒരു പ്രതിജ്ഞയെടുക്കാം. വചനം കൂടുതൽ ആഴപ്പെട്ട് പഠിക്കാം. വേദവിപരീതം എന്ന പാഠാണ്ഡത പഠിപ്പിക്കുന്നവർക്കെതിരെ വചനവാൾ ചുഴറ്റി, സ്നേഹത്തോടെ എളിമയോടെ ചുഴറ്റി അവരെയും കത്തോലിക്ക തിരുസഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കാം. അത് ഒരു പ്രതിജ്ഞയായും പ്രവൃത്തിയായിട്ടും രൂപാന്തരപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.